മക്കളെ, ഇന്ന് നമുക്ക് പൈതൽ ചൽത്താ ഹുവ ആത്മീ എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. പൈതൽ ചലനെ വാല നിരീഹ് ക്യോം ലഗ് രഹാ ഹെ. ലഗ്ന എന്ന് പറഞ്ഞാൽ തോന്നുക. അതായത് കാൽനട യാത്രക്കാരനെ നിഷ്കളങ്കനായിട്ട് കാണുന്നത് എന്തുകൊണ്ട്? നിഷ്കളങ്കനാണ് എന്നാണല്ലോ തോന്നിയത് കാഴ്ചയിൽ. അപ്പം അങ്ങനെ തോന്നാനുള്ള കാരണം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൈതൽ ചലനെ വാല ഗർമി സഹകർ ദക്കാൻ സേ സടക് സേ ചലനെ കെ കാരൻ. എന്താണ് കാരണം? പൈതൽ ചലനെ വാല കാൽനടയായിട്ട് നടക്കുന്ന ആൾ, ഗർമി സഹകർ ചൂട് സഹിച്ച്, ദക്കാൻ സേ ദക്കാൻ പറഞ്ഞ ക്ഷീണത്തോട് കൂടിയിട്ട്, സടക്ക് സേ ചലനേക്കെ കാരൻ, സടക്ക് പറഞ്ഞ റോഡിലൂടെ നടക്കുന്നത് കാരണം. അതായത് കാൽനടക്കാരൻ ക്ഷീണിതനായി റോഡിലൂടെ നടക്കുന്ന കാരണത്താലെയാണ് അയാളെ എങ്ങനെ തോന്നുന്നത്? നിരീഹ് നിഷ്കളങ്കനായിട്ട് തോന്നുന്നത്. ഹിക്കാരത്ത് സേ ദേഖ്ന കിസ് മനോഭാവ് കി ഓർ സങ്കേത് കർത്താ ഹെ. ഹിക്കാരത്ത് സേ ദേഖ്ന എന്നത് ഏത് മനോഭാവത്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗരീബോം സേ അമീരോം കെ ഘൃണാക്കി ഭാവന. ദരിദ്രരോടുള്ള സമ്പന്നരുടെ വെറുപ്പ്. സമ്പന്നർക്ക്, അമീർ പറഞ്ഞാല് ധനികർക്കുള്ള ദരിദ്രരോടുള്ള വെറുപ്പിന്റെ സൂചനയാണ് അവിടെ നൽകുന്നത്. ദരിദ്രരോടുള്ള സമ്പന്നരുടെ വെറുപ്പ്, അതാണ് അവിടെ ഉള്ള ഭാവം. വഹ് കിസ് ദിൻ ഹോഷ് മേം ആ ജായേഗ, ഉൻകെ സാമ്രാജ്യ ടഹ് ജായേംഗെ, ഇസ് पर अपना विचार व्यक्त करें. वह जिस दिन होश में आ जाएगा उनके साम्राज्य टह जाएगे, इस पर अपना विचार വ്യക്ത് കരേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന് ബോധം വരുന്ന ദിവസം അവരുടെ സാമ്രാജ്യം തകരും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. कार में चले अमीर लोग गरीब पैदल चलने वाले को घृणा से देखता है. कार में चले अमीर लोग, കാറിൽ സഞ്ചരിക്കുന്ന ധനികരായ ആളുകൾ, ഗരീബ് ദരിദ്രരും, പൈതൽ ചലനെ വാലെ കാൽനടക്കാരുമായിട്ടുള്ളവരെ ഘൃണാസെ ദേഖ്താ ഹെ വെറുപ്പോടുകൂടി നോക്കുന്നു. വഹ് പൈതൽ ചലെ ആത്മീ കിസാൻ യാ മസ്ദൂർ ഹോങ്കി. ആ കാൽനടയായിട്ടുള്ള ആള്, ആ കാൽനടക്കാരൻ ആരായിരിക്കാം? ആത്മീ പറഞ്ഞ ആ വ്യക്തി, ആ മനുഷ്യൻ. കിസാൻ കർഷകൻ, യാ കർഷകനോ അല്ലെങ്കിൽ മസ്ദൂർ തൊഴിലാളിയോ ആകാം. നടന്നു പോകുന്ന ആള് ഒരുപക്ഷെ കർഷകനാകാം, അല്ലെങ്കിൽ ആരായിരിക്കാം? ഒരു തൊഴിലാളി ആയിരിക്കാം. വഹ് അപ്നാ കാം ന കരേ തോ വേ ഭൂക്കെ ഓർ ബേഘർ ബനായേംഗെ. അവർ പട്ടിണിയും, ഭൂക്കെ പറഞ്ഞ പട്ടിണിയായിരിക്കും. കൃഷിക്കാർ കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പട്ടിണിയായിരിക്കും അല്ലെ, പട്ടിണിയായിരിക്കും. അതുപോലെ തന്നെ ബേഘർ ബനായേംഗെ, ഭവനരഹിതരുമാകും. അവരെങ്ങനെയുള്ളവരാകും? ഭവനരഹിതരും പട്ടിണിയുമാകും. സമാജ് മേ ഗരീബോം കാ ഭി സ്ഥാൻ ഹേ. സമാജ് മേ സമൂഹത്തിൽ, ഗരീബോം കാ ഭി സ്ഥാൻ ഹേ ദരിദ്രർക്കും ഒരു സ്ഥാനമുണ്ട്. സമൂഹത്തിൽ ദരിദ്രർക്കും ഒരു സ്ഥാനമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സമാന ആശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്നാണ്. സമാന ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക. സചേത് ആം ജന്മേം സമാജ് കോ ബദൽനെ കി ശക്തി ഹെ. സചേത് ആം ജന്മേം സമാജ് കോ ബദൽനെ കി ശക്തി ഹെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോധമുള്ള സാധാരണക്കാർക്ക് സമൂഹത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട്. സചേത് പറഞ്ഞ ബോധമുള്ള, ആം ജനത പറഞ്ഞ സാധാരണ ജനങ്ങൾ. സചേത് ആം ജൻ ബോധമുള്ള സാധാരണ ജനങ്ങളിൽ സമാജ് കോ ബദൽനെ കി ശക്തി
ശക്തി ഹേ, സമൂഹത്തെ മാറ്റാനുള്ള ശക്തി ഉണ്ട്. ഈ അർത്ഥം വരുന്ന വരികളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. നമുക്ക് ആ വരികൾ നോക്കാം. വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗ ഉൻകെ സാമ്രാജ്യ ടെഹ് ജായേങ്കെ. അവന് ബോധം വരുന്ന ഒരു ദിവസം അവരുടെ സാമ്രാജ്യങ്ങൾ തകരും. ഈ വരിയാണ് ഈ ആശയത്തിന്റെ വരി. മനസ്സിലായല്ലോ? അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ആസ്വാദൻ ടിപ്പണിയാണ്. കവി സ്വപ്നിൽ ശ്രീവാത്സവ് की कविता पैदल चलता हुआ आदमी आम आदमी की ताकत और तत्व को बताती है. കവി സ്വപ്നിൽ ശ്രീവാസ്തവയുടെ കവിതയായ പൈദൽ ചൽത്താ ഹുവ ആത്മി എന്ന കവിതയിൽ സാധാരണക്കാരൻ്റെ ശക്തിയും പ്രാധാന്യവും എടുത്തു കാണിക്കുന്നു. ശക്തിയും മഹത്വവും എടുത്തു കാണിക്കുന്നു. കവി कहता है कि जब बड़े लोग अपनी कारों में बैठकर चलते हैं तो. കവി പറയുകയാണ്, എപ്പോഴാണോ വലിയ ആളുകൾ തൻ്റെ കാറുകളിലിരുന്ന് സഞ്ചരിക്കുന്നത് എങ്കിൽ വേ പൈദൽ ചലനെ വാല ഗരീബ് ആത്മീ കോ തുച്ഛ സമസ്തേ ഹേ, അവർ കാൽനടയായിട്ട് പോകുന്ന ദരിദ്രനായിട്ടുള്ള ആത്മീയ മനുഷ്യനെ തുച്ഛനായിട്ട് കാണുന്നു, തുച്ഛമായിട്ട് പുച്ഛത്തോടു കൂടി കാണുന്നു എന്നാണ് പറഞ്ഞത്. കാൽനടയായി നടക്കുന്ന ദരിദ്രനെ അവർ പുച്ഛത്തോടെയാണ് കാണുന്നത്. സമ്പന്നരായ ആളുകൾ അവരുടെ കാറുകളിലാണ് സഞ്ചരിക്കുന്നത്. ആ സമയത്ത് കാൽനടയായിട്ട് പോകുന്ന ദരിദ്രനെ പുച്ഛത്തോടു കൂടി കാണുന്നു. പരന്തു അസൽ മേ വഹി ആത്മീ സബ്സേ ജ്യാദാ മെഹനത്തി और ശക്തിശാലി ഹെ. പരന്തു പക്ഷേ, അസൽ മേ യഥാർത്ഥത്തിൽ, വഹി ആത്മീ ആ മനുഷ്യൻ, സബ്സേ ജ്യാദാ മെഹനത്തി और ശക്തിശാലി ഹെ അദ്ദേഹം കഠിനാധ്വാനിയും, ഏറ്റവും നല്ല കഠിനാധ്വാനി, ഏറ്റവും കഠിനാധ്വാനിയും ശക്തനുമാണ്. ഒന്നുകൂടെ പറയാൻ. എന്നാൽ വാസ്തവത്തിൽ ഏറ്റവും കഠിനാധ്വാനിയും ശക്തനുമാണ് അദ്ദേഹം. മനസ്സിലായല്ലോ? വഹി അനാജ് ഉഗാത്താ ഹെ, അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഘർ ബനാത്താ ഹെ, വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. और സമാജ് കോ ചലാത്താ ഹെ, അങ്ങനെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നു. അദ്ദേഹം വീടുകൾ പണിയുന്നു, അതുപോലെ തന്നെ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നു, സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നു. അഗർ വഹ് काम करना बंद कर दे तो अमीर लोगों का जीवन रुक जाएगा. അഗർ പറഞ്ഞ പക്ഷേ, പക്ഷേ വഹ് കാം കർണ ബന്ദ് കർദേം, അവർ ജോലി ചെയ്യുന്നത് നിർത്തിവെക്കുകയാണെങ്കിൽ, അമീർ ലോഗോം കാ സമ്പന്നരുടെ ജീവൻ രുക്ക് ജായേഗ ജീവിതം സ്തംഭിക്കും. അവർ ജോലി നിർത്തിയാൽ സമ്പന്നരുടെ ജീവിതം സ്തംഭിക്കും. इस प्रकार कवि हमें यह सिखाता है, इस प्रकार कवि हमें यह सिखाता है कि हमें किसी को छोटा नहीं समझना चाहिए, क्योंकि हर व्यक्ति अपने काम से समाज के लिए जरूरी और सम्मान के योग्य है. അങ്ങനെ इस प्रकार പറഞ്ഞ അങ്ങനെ അല്ലെങ്കിൽ ഇപ്രകാരത്തിൽ, കവി ഹമേ സിഖാത്താ ഹെ, കവി നമ്മെ പഠിപ്പിക്കുന്നു, അതായത് ആരെയും കുറച്ച് കാണരുതെന്ന് കവി നമ്മെ പഠിപ്പിക്കുന്നു. കാരണം ഓരോ വ്യക്തിയും, കാരണം എന്താണ്? ഓരോ വ്യക്തിയും, ഓരോ വ്യക്തിയും സമൂഹത്തിന് പ്രധാനപ്പെട്ടവനും തൻ്റെ ജോലിയിൽ ബഹുമാനത്തിന് അർഹനുമാണ്. अपने काम से समाज के लिए जरूरी और सम्मान के योग्य है. സമൂഹത്തിന് പ്രധാനപ്പെട്ടവനും അതുപോലെ തന്നെ തൻ്റെ ജോലിയിൽ
ബഹുമാനത്തിന് അർഹനുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ കവിതയുടെ ആശയം. ആസ്വാദൻ ടിപ്പണി. അടുത്ത ക്വസ്റ്റ്യൻ, പൈദൽ ചൽത്താ ഹുവാ ആത്മീ കവിതാംശ പഠേം ഓർ ഉത്തർ ലിഖേം. പൈദൽ ചൽത്താ ഹുവാ ആത്മീ എന്ന കവിതയുടെ ഭാഗം വായിക്കുക, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. कार में बैठे हुए बड़े लोग उसे हिकारत से देखते हैं जैसे वह किसी दूसरी दुनिया से आया हुआ आदमी हो. वे नहीं जानते कि उसके दम पर उनके चेहरे पर रौनक है. വിശേഷൻ ശബ്ദ ചുൻകർ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലെ വിശേഷൻ ശബ്ദമാണ് ചോദിച്ചത്. ദുനിയ, ചെഹര, ആത്മി, ബഡ. ദുനിയ പറഞ്ഞ ലോകം, ചെഹര പറഞ്ഞ മുഖം, ആത്മീ പറഞ്ഞ മനുഷ്യൻ, ബഡ പറഞ്ഞ വലിയ. അപ്പൊ ഏതാണ് വിശേഷൺ ശബ്ദ? ബഡ അല്ലേ? വലിയത്, ചെറിയത്, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിശേഷിപ്പിക്കുക. പഹ്ചാൻ കർ ലിഖേം കി കോൻ സാ ക്രമ സഹി ഹെ. ഇനി നിങ്ങളോട് ഏത് ക്രമമാണ് ശരി എന്ന് തിരിച്ചറിഞ്ഞെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചമക്താർ സടക്ക് പർ, ചമക്താർ സടക്ക് പർ ചലേ രഹേ കാർ അല്ലേ? തിളങ്ങുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്ന കാറുകൾ. കാർമേ ബൈഠേ ഹുയേ ബഡേ ലോഗ്, കാറിലിരിക്കുന്ന വലിയ ആളുകൾ. പൈദൽ ചൽത്ത ഗരീബ് ആത്മീ, കാൽനടയായിട്ട് പോകുന്ന ദരിദ്രനായ വ്യക്തി. അപ്പൊ എങ്ങനെയാണ് ആൻസർ വരുന്നത്? കായും ജായും ഗായും ചായും അല്ലേ? ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അടുത്തത് നോക്കാം. മാൻ ലേൻ സടക്ക് സേ चलती दूसरी गाड़ी में बैठे हुए दो व्यक्ति सड़क पर चलते हुए आदमी को आदर की दृष्टि से देखते हैं. इस कविता के आधार पर उन दो व्यक्तियों के बीच की बातचीत लिखें എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. മറ്റൊരു കാറിൽ കടന്നു പോകുന്ന രണ്ടു പേർ. നേരത്തെ നമ്മൾ കവിതയിൽ ഒരു കാറിലുള്ള ആളുകളെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കാറിലുള്ള ആളുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനി മറ്റൊരു കാറിൽ, അതുപോലെ ഒരുപാട് കാറുകൾ നമ്മൾ കണ്ടില്ലേ? അപ്പം മറ്റൊരു കാറിൽ കടന്നു പോകുന്ന രണ്ടു പേര് തെരുവിലൂടെ നടക്കുന്ന ഒരാളെ ആദരവോട് കൂടി നോക്കുകയാണ്. മറ്റേ ആളുകൾ എന്താ ചെയ്തത്? വെറുപ്പോട് കൂടിയാണ് നോക്കിയത് അല്ലേ? ഈ ആളുകൾ എങ്ങനെയാ നോക്കുന്നത്? ആദരവോട് കൂടി നോക്കുന്നുവെന്ന് കരുതുക. ഈ കവിതയെ അടിസ്ഥാനമാക്കി രണ്ടു പേർ തമ്മിലുള്ള ഒരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞത്. അങ്ങനെ ആദരവോട് കൂടി നോക്കിയിട്ട് അവരെന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് എഴുതുക. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ വ്യക്തി, देखो सड़क पर वह आदमी कितनी शांति से पैदल चल रहा है. ഒന്നാമത്തെ ആൾ പറയാണ്, നോക്കൂ ആ മനുഷ്യൻ എത്ര ശാന്തമായാണ് റോഡിലൂടെ നടക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ വ്യക്തി, हाँ सच कहो तो वही असली मेहनती इंसान है, हम तो बस आराम से कार में बैठे हैं. എന്താണ് രണ്ടാമത്തെ ആളപ്പം പറയുന്നത്? തീർച്ചയായും, സച്ച് കഹോത്ത, തീർച്ചയായും സത്യം പറയുകയാണെങ്കിൽ, വഹി അസലി മെഹനത്തി ഇൻസാൻ ഹേ, അയാളാണ് യഥാർത്ഥ മെഹനത്തി ഇൻസാൻ, ശരിക്കും കഠിനാധ്വാനി അല്ലേ? കഠിനാധ്വാനി അയാളാണ്. നമ്മൾ കാറിലിരുന്ന് വിശ്രമിക്കുന്നു. ഇവരെന്താ ചെയ്യുന്നത്? നമ്മൾ ആരാംസേ കാർമേ ബൈഠേ ഹേ, നമ്മൾ കാറിലിരുന്ന് വിശ്രമിക്കുകയാണ്. അയാള് വെയിലത്ത് നടക്കുന്നു. അപ്പൊ അയാളെ എങ്ങനെയുള്ള ആളാണെന്നാ പറഞ്ഞത്? കഠിനാധ്വാനിയാണ്. അപ്പൊ ഒന്നാമത്തെ ആള്, സഹി കഹാ തുമ്നെ, നീ പറഞ്ഞത് ശരിയാണ്. शायद लोगों को पता नहीं कि उसी की मेहनत से हमारे घर बनते हैं, अनाज उगता है. എന്താ പറയുന്നത് ഒന്നാമത്തെ വ്യക്തി? നമ്മുടെ വീടുകൾ പണിയുന്നതും വിളവുകൾ വളർത്തുന്നതും അവരുടെ കഠിനാധ്വാനം കൊണ്ടാണെന്ന് ഒരു പക്ഷേ ആളുകൾ മനസ്സിലാക്കുന്നില്ലായിരിക്കാം. ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല ഇവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഒരു പക്ഷെ അതൊന്നും ആളുകൾ മനസ്സിലാക്കുന്നു ഇല്ലായിരിക്കാം എന്ന് പറയാണ്. അപ്പൊ രണ്ടാമത്തെ ആള്, बिल्कुल अगर ऐसे लोग काम करना बंद कर दें तो हमारा जीवन ही रुक जाएगा. അപ്പൊ എന്താ പറയുന്നത്? രണ്ടാമത്തെ ആള് പറയാണ്, അതെ, ഇത്തരം ആളുകൾ ജോലി നിർത്തിയാൽ
ബിൽക്കുൽ തികച്ചും. അഗർ ഐസേ ലോഗ് കാം കർണ ബന്ദ് കർ ദേം തോ, ഒരു പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ജോലി ചെയ്യുന്നത് നിർത്തിയാൽ ഹമാരാ ജീവൻ ഹി രുക് ജായേഗ, നമ്മുടെ ജീവിതം സ്തംഭിക്കും. അപ്പോൾ ഒന്നാമത്തെ വ്യക്തി വീണ്ടും പറയാണ്, ഫിർ ബി സമാജ് ഉസേ അക്സർ തുച്ഛ് സമജ്താ ഹേ. ഫിർ ബി എന്നിട്ടും സമൂഹം പലപ്പോഴും അവരെ പുച്ഛത്തോടെയാണ് കാണുന്നത്. തുച്ഛ സമജ്തേ ഹേ, അവര് തുച്ഛരായിട്ട് അവരെ പുച്ഛത്തോട് കൂടിയിട്ടാണ് അവരെ കാണുന്നത് എന്ന് പറയാണ്. അപ്പൊ രണ്ടാമത്തെ വ്യക്തി പറയുന്നു, ഹാ ലേക്കിൻ അസലി താക്കത്ത് ഉസീമേ ഹേ, വഹ് ചാഹേ തോ പൂരാ സമാജ് ബദൽ സക്താ ഹേ. അപ്പൊ രണ്ടാമത്തെ ആള് പറയുകയാണ്, ഹാ ലേക്കിൻ അസലി താക്കത്ത് ഉസീമേ ഹേ, അതെ, ലേക്കിൻ പക്ഷേ, അസലി താക്കത്ത് യഥാർത്ഥ ശക്തി, ഉസീമേ ഹേ അവരിലാണ് യഥാർത്ഥ ശക്തിയുള്ളത്. വഹ് ചാഹേത്തോ പൂരാ സമാജ് ബദൽ സക്താ ഹേ, അവന് വേണമെങ്കിൽ മുഴുവൻ സമൂഹത്തെയും എന്ത് ചെയ്യാൻ പറ്റുമോ, കുഴപ്പത്തിലാക്കാൻ പറ്റും, പ്രശ്നത്തിലാക്കാൻ പറ്റും എന്ന് പറയാണ്. പൂരാ സമാജ് ബദൽ സക്താ ഹേ, മാറ്റാൻ പറ്റും, സമൂഹത്തിനെ കുഴപ്പത്തിലാക്കാൻ പറ്റും, പ്രശ്നത്തിലാക്കാൻ പറ്റും എന്ന് പറയാം. ഹമേ ഐസേ ലോഗോ കാ സമ്മാൻ കർണാ ചാഹിയേ. ഇപ്പൊ ഒന്നാമത്തെ ആള് പറയാണ്, നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം, അത്തരം ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. ബിൽക്കുൽ, ക്യോങ്കി പൈദൽ ചൽത്താ ഹുവാ ആദ്മി ഹി ഇസ് ദുനിയാ കി അസലി റീഡ് ഹേ. അപ്പോൾ രണ്ടാമത്തെ ആള് പറയുന്നു, തീർച്ചയായും, ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ, പൈദൽ ചൽത്താ ഹുവാ ആദ്മി ഹി ഇസ് ദുനിയാ കി അസലി റീഡ് ഹേ. കാരണം എന്താ പറയുന്നത്, നടക്കുന്ന മനുഷ്യനാണ് ഈ ലോകത്തിന്റെ യഥാർത്ഥ നട്ടെല്ല്. റീഡ് പറഞ്ഞ നട്ടെല്ല്, ഈ ലോകത്തിന്റെ യഥാർത്ഥ നട്ടെല്ലാണ് ആ കാൽനടയായിട്ട് നടക്കുന്ന മനുഷ്യൻ. അപ്പൊ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. എല്ലാവരും നന്നായിട്ട് ക്ലാസ് നോക്കി കണ്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.